നമ്മളൊരു സിമ്പിൾ ബിരിയാണി വെക്കാൻ പോവാണ്. അതിലൊരു 600 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 15-20 ഗ്രാമോളം വെളുത്തുള്ളി. ഇതുപോലത്തെ 2 കുടം വെളുത്തുള്ളി പൊളിച്ചാണ്. ചെറിയ 2 കഷ്ണം ഇഞ്ചി. ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തക്കാളി അരിഞ്ഞു കൊടുക്കാം. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് തന്നെ എല്ലാം കൂടി എടുത്ത് തിരുമ്മി വെക്കാം. അതേപോലെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോളം സവാള നമ്മൾ ചെറിയ നൈസായിട്ട് അരിഞ്ഞെടുത്ത് തരുന്നത്, അതിൻ്റെ പകുതിയോളം ചേർക്കാം. ചേർക്കാം. ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഒരു പിടിയോളം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തെടുത്താണ്, അതും ഇടുക. അതിലേക്ക് 1/4 ഭാഗം ഇടാം. പുളിയില്ലാത്ത തൈര് 2 സ്പൂണും. ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ്, അതും കൂടി ഒഴിച്ചേക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടിയാണ്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. മസാലപ്പൊടിയാണ്, ചിക്കൻ മസാലപ്പൊടി ഞാനിടുന്നത്, ഗരം മസാലയല്ല. 2 സ്പൂണ് ചെറിയ സ്പൂണിലാണ്. ഉപ്പ്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയിട്ട് ചോറ് വെന്ത് വരുന്നിടം വരെ വെക്കാം. ചിക്കനെ മസാല എല്ലാം പിടിച്ച് നമ്മൾ ഈ ചോറ് വെന്ത് വരുന്നേരം വരെ നമുക്കിത് മൂടി വെക്കാം. ഒരു 3 ഗ്ലാസ് ബസുമതി റൈസാണ്. അത് നമുക്കൊന്ന് 10 മിനിറ്റ് കുതിർത്തിട്ട് കഴുകി അരിച്ച് നമ്മുടെ വെള്ളം തിളയ്ക്കുന്നതിനകത്ത് ഇടാം. വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വേവിച്ചെടുക്കുക ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. 3-4 ഗ്രാമ്പൂ, 4 കഷ്ണം, ഒരു വലിയ പട്ട എടുത്ത് 3-4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പൂ, ഇതൊരു തക്കോലത്തിൻ്റെ 3 ഇതാ, ഒരു ബേ ലീഫും. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് തവിട് എണ്ണയാണ് ഒഴിച്ചത്. ഇതിലേക്കൊരു 3-4 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇടുകയാണ്. അരി കഴുകി അരിച്ച് വെച്ചിരിക്കുന്ന അതുകൂടി ഇതിലേക്കിടാം. ഈ ചോറ് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിപ്പോൾ കോരി നമുക്ക് മാറ്റിയെടുക്കാം. ഇതിനകത്തും ബേ ലീഫ് ആദ്യം മാറ്റുവാണ്. പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും സവാളയും കൂടെ വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഒഴിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് തവിടെണ്ണയാണ്. ഇനി സവാള ഇട്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ മൂത്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലേശം പഞ്ചസാര ഇത് ചേർത്ത് കൊടുത്താൽ ഇതിനൊരു ടേസ്റ്റ് നന്നായിട്ട് വരികയും ചെയ്യും. പെട്ടെന്ന് മൊരിഞ്ഞും വരും. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമല്ലോ. സവാളയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇരുന്നൊന്നും നമ്മൾ കോരി എടുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് ഈ സമയത്ത് തന്നെ കോരിയെടുക്കാം. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനെ അടുപ്പിൽ വെക്കാം. ഇത് നമുക്ക് എല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് ചെറു തീയിലാണ് വേഗം പോണത്. ഇത് അടുപ്പിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ആ സവാള വറുത്ത എണ്ണയാണ്. ഒരു 2 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചേക്കാം. നെയ്യ്, ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചോറ് അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്യാവേ. മല്ലിയില, പുതിനയില,
വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി, നെയ്യ്, വീണ്ടും ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്യാം. മല്ലിയില പുതിനയിലയാണ്, സവാള വറുത്തത്, അണ്ടിപ്പരിപ്പ്, ഒരു സ്പൂൺ നെയ്യ് സൈഡ് വഴി ഒഴിക്കുകയാണ്. കടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തോന്ന്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇളക്കി നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മുടെ ബിരിയാണി റെഡിയാണ്. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ബിരിയാണി റെഡി.